തിരുവമ്പാടി ക്ഷേത്രത്തിലെ മുതിർന്ന കമ്മിറ്റി അംഗം മോഹൻകുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങുകൾക്ക് ശേഷം ദേശക്കാർ ചേർന്ന് ആദ്യം നടുവിലാലിലും പിന്നീട് നായ്ക്കനാലിലും നിർമ്മിക്കുന്ന പന്തലുകളുടെ കാൽനാട്ടി 100 അടിയിലധികം ഉയരത്തിൽ നിർമ്മിക്കുന്ന ഇരു പന്തലുകളും സാമ്പിൾ വെടിക്കെട്ടിന് മുൻപ് തന്നെ ദീപാലങ്കൃതമാക്കുമെന്ന് ദേവസ്വം പ്രസിഡന്റ് ടി.എ. സുന്ദർ മേനോൻ പറഞ്ഞു. ചരിത്രപ്രസിദ്ധമായ തൃശൂർ പൂരത്തിന്റെ തിരുവമ്പാടി വിഭാഗത്തിന്റെ നടുവിലാൽ പന്തലും അതുപോലെ നായ്ക്കനാൽ പന്തലിന്റെയും കാൽനാട്ട് കർമ്മം വളരെ ശുഭമായി ഐശ്വര്യമായി ഇവിടെ നടന്നു. നല്ല അതിമനോഹരമായ പന്തലുകളാണ് ഇവിടെ നിർമ്മിക്കാൻ പോകുന്നത്. മുൻപത്തേക്കാൾ അതിമനോഹരമായി ഇത്തവണ പൂരം നടത്തുമെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ. രവീന്ദ്രൻ. ലോകപ്രസിദ്ധമായിട്ടുള്ള തൃശൂർ പൂരത്തിന്റെ തിരുവമ്പാടി വിഭാഗത്തിന്റെ പന്തലുകളുടെ കാൽനാട്ടൽ കർമ്മമാണ് ഇവിടെ നടന്നത്. ഇതുവരെ നടന്ന പൂരങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തായ, ഏറ്റവും നല്ല രീതിയിൽ പൂരം നടക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും നടന്നിട്ടുണ്ട്. അതിൽ പാർമേക്കാവും തിരുവമ്പാടിയും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നുണ്ട്. മറ്റ് ഘടകപൂരങ്ങളുണ്ട്. ഇതിലെല്ലാം ആതിഥ്യമരുളി കൊച്ചിൻ ദേവസ്വം ബോർഡ് എല്ലാ സംവിധാനങ്ങളും ഒരുക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ ഉണ്ടായതുപോലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതെ എല്ലാവരും സഹകരിച്ച് ഇത്തവണ മനോഹരമായ പൂരം നടത്തുമെന്ന് ദേവസ്വം സെക്രട്ടറി കെ. ഗിരീഷ് കുമാറും കൂട്ടിച്ചേർത്തു. ഇനിയുള്ള ദിവസങ്ങൾ പൂരത്തിൻ്റെ ദിവസങ്ങളാണ്. കഴിഞ്ഞ വർഷമുണ്ടായ ചെറിയ പ്രശ്നങ്ങൾ അതെല്ലാം നമ്മുടെ എല്ലാവരും ഒത്തൊരുമിച്ചിരുന്ന് സംസാരിച്ച് അതിനെല്ലാം ഏതെല്ലാം തരത്തിലുള്ള റെമഡീസാണ് എന്ന് കണ്ടെത്തുകയും ആ റെമഡീസ് എല്ലാം വിശകലനം ചെയ്ത് ഈ പൂരത്തിന് യാതൊരുവിധ 2025 പൂരത്തിന് യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ വളരെ ഭംഗിയായി ജില്ലാ ഭരണകൂടവും കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ദേവസ്വങ്ങളും എല്ലാവരും ഒരുമിച്ച് കൂടി നിന്ന് നമുക്ക് നടത്താൻ സാധിക്കും. നടുവിലാൽ പന്തലിന്റെ നിർമ്മാണം ചെറുതുരുത്തി ആരാധനാ പന്തൽ വർക്സിന്റെ സെയ്തലവിയും നായ്ക്കനാൽ പന്തലിന്റെ നിർമ്മാണം ചേരൂർ സ്വദേശി മണികണ്ഠൻ പള്ളത്തുമാണ് നടത്തുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മേയർ എം.കെ. വർഗീസ്, പി. ബാലചന്ദ്രൻ എം.എൽ.എ, മുൻമന്ത്രി വി.എസ്. സുനിൽകുമാർ, ദേവസ്വം ഭാരവാഹികൾ, ദേശക്കാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സീ മലയാളം ന്യൂസ്, തൃശൂർ. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.